എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ഈ വർഷം പ്രാക്ടിക്കൽ 40 മാർക്കിനാണ്. പ്രാക്ടിക്കൽസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ സോൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അതായത് ഒരു സോൾട്ട് തന്നിട്ട് ആ സോൾട്ട് എന്താണ് എന്ന് കണ്ടുപിടിക്കുക. സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു സോൾട്ട് എന്താണ്, ക്വാളിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അനാലിസിസ്. അതിന് 13 മാർക്കുണ്ട്. രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അല്ലെങ്കിൽ അതിനെ സാധാരണ ടൈട്രേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയും. അതായത് ഒരു സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്ത് വച്ചിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് അല്ല, പകരം സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്ത് വച്ചിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിന് 15 മാർക്കുണ്ട്. ഇനി ഒരെണ്ണം ഓർഗാനിക് അനാലിസിസ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് 6 മാർക്ക്. പിന്നെ YOOC എന്ന് വെച്ചാൽ ഈ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വരുന്ന എക്സാമിനർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 2 മാർക്ക്. പിന്നെ നമ്മൾ എഴുതുന്ന പ്രാക്ടിക്കൽ റെക്കോർഡ് അതിന് 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 40 മാർക്കാണ് നമുക്ക് ഈ വർഷത്തെ കെമിസ്ട്രി പ്രാക്ടിക്കലിൽ ഉള്ളത്. അപ്പൊ അതിൽ ആദ്യം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ സോൾട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി പരീക്ഷയ്ക്ക് നമുക്കൊരു വാച്ച് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ നമുക്ക് ഏതെങ്കിലും ഒരു സോൾട്ട് തന്നിരിക്കും. ഈ സോൾട്ടിന്റെ പ്രത്യേകത, ഈ സോൾട്ട് കണ്ടാൽ അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ആ സോൾട്ടിനകത്ത് കാണുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ, അതായത് ആനയോൺസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആ സോൾട്ടിൽ കാണുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ, കാറ്റയോൺസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കാറ്റയോൺസിന്റെ പേരും ആനയോൺസിന്റെ പേരും മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർത്തിട്ട് ആ സോൾട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടെ, പരീക്ഷയ്ക്ക് ഇതുപോലെ സോൾട്ട് തരും. സോൾട്ട് തരുന്ന സമയത്ത് അതിനകത്ത് തന്നെ ആനയോൺസ്, നെഗറ്റീവ് ചാർജുള്ള അയോണും ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള അയോണും ഉണ്ട്. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ നെഗറ്റീവ് ചാർജുള്ള അയോൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് 2 വാക്കുകളോട് ചേർത്തിട്ട് ആ സോൾട്ടിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണ് ഒന്നാമത്തെ ജോലി. അപ്പൊ അതില് നമുക്ക് സോൾട്ട് അനാലിസിസിന് 5 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺസ് ക്രമത്തിൽ അനാലിസിസ് നോക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ഈ 5 ആനയോണുകളിൽ ഏതെങ്കിലും ഒരു ആനയോൺ മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ആനയോൺ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ, അതായത് നമുക്ക് ആനയോൺസിനെ ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ആനയോണിന്റെ പേര് കാർബോണേറ്റ് എന്നാണ്. CO3 എന്ന് എഴുതാം. രണ്ടാമത്തെ ആനയോൺ അസറ്റേറ്റ് ആണ്, CH3CO-. മൂന്നാമത്തെ ആനയോൺ ക്ലോറൈഡ് Cl-. നാലാമത്തെ ആനയോൺ നൈട്രേറ്റ് NiTrate NO3-. അഞ്ചാമത്തെ ആനയോൺ സൾഫേറ്റ് SO4 2-. അപ്പോൾ ഇത് ക്രമത്തിൽ തന്നെ സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് വെച്ചാൽ ആദ്യം കാർബണേറ്റ് ആണോ, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിനകത്ത് കാണുന്നത് കാർബണേറ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. കാർബണേറ്റ് അല്ല എങ്കിൽ മാത്രം അസറ്റേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യുക, അസറ്റിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അസറ്റേറ്റ് അല്ല എങ്കിൽ മാത്രം ക്ലോറൈഡ് ചെയ്ത് നോക്കുക. ക്ലോറൈഡ് അല്ല എങ്കിൽ മാത്രം നൈട്രേറ്റ് ചെയ്ത് നോക്കുക. നൈട്രേറ്റും അല്ല എങ്കിൽ മാത്രമേ സൾഫേറ്റിന്റെ അനാലിസിസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു അയോൺ മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇപ്പൊ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ ക്ലോറൈഡ് ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് താഴെയുള്ള നൈട്രേറ്റിന്റെ അനാലിസിസും സൾഫേറ്റിന്റെ അനാലിസിസും പരീക്ഷയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അസറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള ക്ലോറൈഡും നൈട്രേറ്റും സൾഫേറ്റും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നൈട്രേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ കാർബണേറ്റ് ചെയ്ത് നോക്കണം, അസറ്റേറ്റിന്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം, ക്ലോറൈഡിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നൈട്രേറ്റിന്റെ കിട്ടിക്കഴിഞ്ഞ് നൈട്രേറ്റിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ തൊട്ട് താഴെയുള്ള സൾഫേറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സൾഫേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ കാർബണേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാർബണേറ്റ് ഉണ്ടോ, സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ്. കാർബണേറ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അസറ്റേറ്റ് നോക്കാവൂ. അസറ്റേറ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ ക്ലോറൈഡ് നോക്കാവൂ. ക്ലോറൈഡ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ നൈട്രേറ്റ് ഉണ്ടാക്കൂ. ആ ക്രമത്തിൽ തന്നെ. അപ്പൊ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ്. അല്ലാതെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു അനിയോൺ ഏതാണെന്ന്, ഒരു സോൾട്ട് കണ്ടാൽ അതിനകത്ത് കാണുന്ന അനിയോൺ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി ആ അനിയോണുകൾ കൺഫേം ചെയ്യുന്ന അനിയോൺ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. കൺഫേം, CONFI, കൺഫേം ചെയ്യുക, FIRM, കൺഫേം ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്, കൺഫർമേറ്റീവ് ടെസ്റ്റുകളുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആയിട്ട് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോൺ. ഇപ്പൊ കാറ്റയോണുകളും ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. ഈ കാറ്റയോണുകളുടെ പേര് പറയുന്ന സമയത്ത് കാറ്റയോണുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ പേര് കൂടെ പറഞ്ഞു വേണം. അത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പായിട്ട് ഒരു ബന്ധവുമില്ല. അമോണിയ എന്ന് പറയാൻ പാടില്ല. NH4+ ആണ്, NH3 ആണ് അമോണിയ. ഇത് ഒരു കാറ്റയോൺ ആണ്, അമോണിയമാണ്, സീറോ ഗ്രൂപ്പ് അമോണിയം. എപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. അമോണിയം എന്ന് മാത്രമല്ല, പകരം സീറോ ഗ്രൂപ്പ് അമോണിയം. അടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ്, അടുത്ത സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ, അടുത്ത തേർഡ് ഗ്രൂപ്പ് അലൂമിനിയം, ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് ഉണ്ട്, മാംഗനീസ് രണ്ടുപേരുണ്ട്, ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം കാൽസ്യം, സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ് കാറ്റയോൺസിന് ചെയ്യേണ്ടത്. അതായത് അമോണിയത്തിന്റെ ടെസ്റ്റുകൾ ആദ്യം ചെയ്ത് നോക്കണം. അമോണിയം ഇല്ലെങ്കിൽ മാത്രം ലെഡ് ചെയ്ത് നോക്കാം, ലെഡ് ഇല്ലെങ്കിൽ മാത്രം അലുമിനിയം ചെയ്ത് നോക്കണം, കോപ്പർ ചെയ്ത് നോക്കണം, കോപ്പർ ഇല്ലെങ്കിൽ മാത്രം തേർഡ് ഗ്രൂപ്പ് അലുമിനിയം ചെയ്ത് നോക്കണം, അതില്ലെങ്കിൽ മാത്രം ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇപ്പോ തേർഡ് ഗ്രൂപ്പ് അലുമിനിയം എന്ന് കിട്ടിയെന്ന് വെച്ചോളൂ, ചെയ്തു വരുന്ന സമയത്ത് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം കിട്ടിയാൽ ബാക്കി താഴോട്ടുള്ള ഗ്രൂപ്പുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയമാണ് കിട്ടുന്നതെങ്കിൽ അതുവരെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് തൊട്ട് താഴെയുള്ളത് മഗ്നീഷ്യത്തിന്റെ കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക് അനാലിസിസ്, കാറ്റയോണുകളുടെ സിസ്റ്റമാറ്റിക് അനാലിസിസ് ചെയ്യണം. ഇനി അതിനുശേഷം സ്റ്റെപ്പ് 4 അതായത് നമ്മളിപ്പോ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അതില് സോൾട്ട് അനാലിസിസ് ആണ്. സോൾട്ട് അനാലിസിന് 5 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അനയോൺസിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസ്, രണ്ടാമത്തത് അനയോൺസിന്റെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ, മൂന്നാമത്തത് കാറ്റയോൺസിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസ്, നാലാമത്തത് കാറ്റയോൺസിന്റെ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റുകളും പഠിക്കണം. അതായത് കാറ്റയോൺസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് 4 ഓരോ കാറ്റയോണും 2 ടെസ്റ്റുകൾ വീതം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരെണ്ണം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും മറ്റൊന്ന് കൺഫർമേറ്ററി ടെസ്റ്റുകളും. സ്റ്റെപ്പ് 4 അതാണ്. ഇനി സ്റ്റെപ്പ് 5 വരുന്ന സമയത്ത് അത് റിപ്പോർട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ ആനയോൺ ഇതാണെന്നും കാറ്റയോൺസ് ഇതാണെന്നും പറഞ്ഞിട്ട് സോൾട്ടിന്റെ പേര് എഴുതി കാണിക്കുന്നതിനാണ്, സോൾട്ടിന്റെ പേര് ഇന്നതാണ് എന്ന് എഴുതുന്നതാണ് റിപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സോൾട്ട് അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 5 സ്റ്റെപ്പുകൾ ഓർമ്മിക്കാനുണ്ട്. അതിലെപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്യണം. അതിനുശേഷം ആനയോണിന്റെ തന്നെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ ചെയ്യണം, CONFIR, കൺഫർമേറ്ററി ടെസ്റ്റുകൾ ചെയ്യണം. അടുത്തത് കാറ്റയോൺസിന്റെ ഗ്രൂപ്പ് സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യണം. അടുത്ത നാലാമത്തെ കാര്യം കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും കൺഫർമേറ്ററി ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. അഞ്ചാമത്തത് സോൾട്ടിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 13 മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എഴുതി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 13 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ രണ്ട് ഹെഡിങ്സ് മാത്രമാണ്. ബാക്കിയുള്ള 3 ഹെഡിങ്ങിനെ പറ്റി, അതായത് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോൺ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് കാറ്റയോൺ, റിപ്പോർട്ടിനെ പറ്റിയും അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിൽ വയ്ക്കുക 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോണും കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ആനയോണും പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ പ്രാക്ടിക്കൽസ്, പിന്നെ സോൾട്ട് അനാലിസിസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്, ഓർഗാനിക് അനാലിസിസ് ഉണ്ട്, വൈവ OC ഉണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്. അപ്പൊ അതില് നമ്മളിപ്പോ സംസാരിക്കുന്നത് സോൾട്ട് അനാലിസിസിനെ പറ്റി മാത്രമാണ്.
സോൾട്ട് അനാലിസിസ് തന്നെ 5 ഹെഡിങ്സ് ഉണ്ട്. ആ 5 ഹെഡിങ്സിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് 2 ഹെഡിങ്ങിനെ പറ്റി മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽസ് എഴുതുന്ന സമയത്ത്, അതായത് സിസ്റ്റമാറ്റിക് അനാലിസിസ് എഴുതുന്ന സമയത്ത്, അപ്പൊ ഒന്നാമത്തെ ഹെഡിങ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനിയോൺ. അതിൽ 3 കോളമായിട്ട് കാര്യങ്ങൾ എഴുതണം, 3 കോളമായിട്ട് വരയ്ക്കണം. അത് ഒന്നാമത്തെ കോളത്തിനകത്ത് എക്സ്പെരിമെന്റ് എന്നാണ്, രണ്ടാമത്തെ കോളം ഒബ്സർവേഷൻ ആണ്, മൂന്നാമത്തെ കോളം ഇൻഫറൻസ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പരീക്ഷണം, ഇനി ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ആ പരീക്ഷണത്തിലൂടെ എന്ത് കാണുന്നു എന്നുള്ള കാര്യം, ഇൻഫറൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒബ്സർവേഷൻ കിട്ടാൻ കാരണം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏത് ആനിയോൺ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒബ്സർവേഷൻ കിട്ടാൻ ഉള്ളത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോളം. അപ്പോൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനിയോണിൽ 3 കോളമായിട്ട് വരയ്ക്കുക: എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ഓക്കെ. അപ്പൊ അതിൽ നോക്കണം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലബോറട്ടറിയിലല്ല നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് കാര്യങ്ങൾ കാണിച്ചു തരാൻ പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ എക്സ്പെരിമെന്റൽ പാർട്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ടെസ്റ്റ് ട്യൂബ് കണ്ട് വേറൊന്നും കൂടുതൽ പ്രതീക്ഷിക്കരുത്. എക്സ്പെരിമെന്റ് മാത്രം, ഇതെങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു റിയൽ ലബോറട്ടറിയിൽ നമുക്ക് നിന്ന് കണ്ട് മനസ്സിലാക്കാം. തൽക്കാലത്തേക്ക് എക്സ്പെരിമെന്റ്, ഇതെങ്ങനെ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം ഇപ്പൊ തൽക്കാലം കാണിച്ചു തരും. ഓക്കെ. അപ്പൊ അതിലാദ്യം സ്വാഭാവികമായിട്ട് കാർബണേറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഇതൊരു ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡാണ്, ടെസ്റ്റ് ട്യൂബാണ്. സോൾട്ട് തന്നിരിക്കുന്ന സോൾട്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ തന്നിരിക്കുന്ന സോൾട്ട് അല്പം എടുക്കുക, അല്പം എടുത്തു, കുറച്ച് റിയേജൻസ്, കുറച്ച് സോൾട്ട് എടുക്കാവും. എന്നിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ട റിയേജന്റ് ഡൈലൂട്ട് HCl ആണ്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പൊ നമ്മുടെ ബെഞ്ചിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും, റിയേജൻസ് എല്ലാം നിരത്തി വെച്ചിരിക്കും. അപ്പൊ അതിൽ ഡൈലൂട്ട് HCl, ഇപ്പൊ നിങ്ങൾ പേരൊന്നുകൂടെ നോക്കിക്കോണം, പേര് അതിൽ എഴുതിയിരിക്കും ഡൈലൂട്ട് HCl. അപ്പൊ അത് തുറന്നിട്ട് ഇതിലേക്ക് അല്പം ഡൈലൂട്ട് HCl ഒഴിക്കുക. അപ്പൊ ഒഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇതുവരെ വരാവും, ഒരുപാടൊന്നും ഒഴിക്കരുത്, ഇത്രയും മാക്സിമം ഇത്രയും. ഓക്കെ. അത്രയും ഒഴിക്കുന്ന സമയത്ത് ഇത് അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടച്ചു വെച്ചു. ഒഴിക്കുന്ന സമയത്ത് കാർബണേറ്റ് ആണ് ഇതിനകത്തുള്ളതെങ്കിൽ, ഈ സോൾട്ടിനകത്തുള്ളതെങ്കിൽ, ഈ ഡൈലൂട്ട് HCl ഈ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അവിടെ ഉണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ പ്രത്യേകത, അത് അവിടെ നിൽക്കാതെ കുമിളകളായിട്ട് ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ കുമിളകൾ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നുരയുമ്പതേ വരും പോലെ തോന്നും, ഒബ്സർവ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എഫർവെസൻസ് എന്നാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ട് ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറയാം. അപ്പൊ കാർബണേറ്റ് ഉണ്ടെങ്കിൽ ഡൈലൂട്ട് HCl ഒഴിക്കുന്ന സമയത്ത് അവിടെ ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ കാണിക്കണം. ഓക്കെ, ശരി. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്യാം. ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് സാൾട്ടിന്റെ കൂടെ ഡൈലൂട്ട് HCl ചേർക്കുന്നു. അപ്പൊ കാർബണേറ്റ് ഉണ്ടെങ്കിൽ കാണുന്ന ഒബ്സർവേഷൻ ബ്രിസ്ക് എഫർവെസൻസ്. നിങ്ങൾക്ക് ഇൻഫറൻസ് പറയാം, പ്രസൻസ് ഓഫ് കാർബണേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കാർബണേറ്റ് ചെയ്യാൻ മനസ്സിലാക്കി. ഇനി ഇവിടെ എഫർവെസൻസ് ഒന്നും വന്നില്ല, അതായത് ഒരുപാട് കുമിളകൾ ഇങ്ങനെ വരണം, അല്ലാതെ 5-6 കുമിള വന്നിട്ട് കാര്യമില്ല.
എഫർവെസൻസ് എന്നൊരേയും പദം ഇങ്ങനെ വരാതിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ തന്നിരിക്കുന്ന സോൾട്ട് കാർബണേറ്റിന്റെ അല്ല. അപ്പൊ എങ്കിൽ അസറ്റേറ്റ് ചെയ്ത് നോക്കണം. അസറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വാച്ച് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കയ്യിലോ ചെയ്യാം. സാൾട്ട് ലേശം കയ്യിലോട്ട് ഇടുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഡൈലൂട്ട് HCl എടുത്തതുപോലെ തൊട്ടടുത്ത് ഡൈലൂട്ട് H2SO4 ഉണ്ടായിരിക്കും, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കണം, ഡൈലൂട്ട് ആണെന്ന് ഒന്നുകൂടെ നോക്കണം. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇതിനകത്ത് അല്പം ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റ് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം റബ്ബ് ചെയ്യുന്ന സമയത്ത് അസറ്റേറ്റ് ഉണ്ടെങ്കിൽ അസറ്റേറ്റ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത് വിനാഗിരിയാണ്. അപ്പൊ എങ്കിൽ അവിടെ വിനാഗിരി ഫോം ചെയ്യും. വിനാഗിരി ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മെൽ നോക്കുന്ന സമയത്ത് വിനാഗിരിയുടെ ഒരു സ്മെൽ അവിടെ ഉണ്ടാവും. അപ്പൊ അസറ്റേറ്റ് ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. എന്നിട്ട് കൈ നല്ലോണം സിങ്കിലോ വാഷ് ബേസിലോ അവിടെ ഉണ്ടാവും. അത് നല്ലോണം തുടയ്ക്കണം, കൈക്ക് തുടയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി കർച്ചീഫൊക്കെ കയ്യിൽ വെച്ചോളാം. ശരി. അപ്പൊ അസറ്റേറ്റ് ചെയ്യുന്ന വിധം അങ്ങനെയാണ്. സോൾട്ട് എടുത്തു, കൂടെ ഡൈലൂട്ട് H2SO4 ഒഴിച്ചു, എന്നിട്ട് നല്ലവണ്ണം റബ്ബ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുന്നത് സ്മെല്ലാണ്. റബ്ഡ് വെൽ ആൻഡ് സ്മെൽ ആണ് നോക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഒബ്സർവേഷൻ ഓരോ ടൈപ്പാണ്. ഇനി ഇവിടെ കാണുന്ന ഒബ്സർവേഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞു അത് വിനെഗർ സ്മെൽ അവിടെ ഉണ്ടാവണം. ഓക്കെ. ഇനി അവിടെ വിനെഗർ സ്മെൽ വന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തന്നിരിക്കുന്ന അസറ്റേറ്റിന്റെ സോൾട്ട് അല്ല. അങ്ങനെ നിങ്ങൾ കഴിയുന്ന ശേഷം ടെസ്റ്റ് ട്യൂബൊക്കെ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത് വീണ്ടും സോൾട്ട് എടുക്കുക. അല്പം അതിനകത്ത് ഇട്ടതിന് ശേഷം മൂന്നാമത് നോക്കേണ്ട റിയേജന്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ ആദ്യം കാർബണേറ്റിന് വേണ്ടി ഡൈലൂട്ട് HCl ഉപയോഗിച്ചു, അസറ്റേറ്റിന് വേണ്ടി ഡൈലൂട്ട് H2SO4 ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചു. ഇപ്പോൾ നമുക്ക് ക്ലോറൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ അതുപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കാണും. അത് അല്പം ഇതിനകത്ത് ഒഴിച്ചു നോക്കുക. ഒഴിച്ചു നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അതിനുവേണ്ടി നമ്മുടെ ലാബിന്റെ സൈഡിലേക്ക് വിൻസൺ ബർണർ കത്തിച്ച് വെച്ചിരിക്കും. അപ്പൊ അതിലോട്ട് കൊണ്ടുവന്നിട്ട് ലേശം ഒന്ന് ചൂടാക്കാം. അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അടുത്ത അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു ബോട്ടിൽ കാണും. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു ബോട്ടിലുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ല, അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ബോട്ടിൽ. ആ ബോട്ടിലേക്ക് നമ്മളൊരു ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ മൗത്ത് പാർട്ടില് ഇങ്ങനെ വെച്ച് നോക്കണം. മുഖത്തോട്ട് ഇറക്കരുത്, ഇങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ക്ലോറൈഡ് ആണുള്ളതെങ്കിൽ നേരത്തെ സൾഫ്യൂരിക് ആസിഡോട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലോറിൻ ഗ്യാസ് വരും. ക്ലോറിൻ ഗ്യാസ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡിനെയാണ്. ആ അമോണിയം ഹൈഡ്രോക്സൈഡും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ആ അമോണിയം ക്ലോറൈഡിന്റെ പ്രത്യേകത ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ് ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ്. ഓക്കെ. അപ്പോൾ ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യേണ്ട വിധമാണ് കാണിച്ചിരുന്നത്. ഒന്നുകൂടെ അത് ഓർമ്മിക്കാം. ആദ്യം സോൾട്ട് ഇടുക, കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തു. അതിനുശേഷം അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് ഇതിന്റെ മൗത്തിൽ വയ്ക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒബ്സർവേഷൻ വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ ഇന്റൻസ് ആയിട്ട് ഒരുപാടെണ്ണം ഇങ്ങനെ ഒരുപാട് വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പൊ ഞാനൊന്ന് എഴുതാം. സോൾട്ടിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് H2SO4 ബോയിൽ ചെയ്തു, അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് മൗത്തിൽ വച്ചു. അപ്പോൾ കാണുന്ന ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ് എന്നാൽ അവിടെ നിങ്ങൾ പറയണം പ്രസൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് പറയണം. ഓക്കെ. അപ്പൊ ക്ലോറൈഡ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ് അവിടെ വന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ക്ലോറൈഡ് അല്ല, പകരം താഴോട്ടുള്ള നൈട്രേറ്റോ സൾഫേറ്റോ ആണോ എന്ന് തന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നൈട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നേരത്തെ ചെയ്തതുപോലെ സോൾട്ട് ഇടുക, കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് തന്നെ ഒഴിക്കുക. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ബോയിൽ ചെയ്യുക. തിളച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ അവിടെ ഉണ്ടാവും, ചെറിയ പീസ് ഉണ്ടാവും. ആ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട്
പേപ്പർ ബോൾ, ചെറിയൊരു പേപ്പർ ബോൾ ആക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് നോക്കണം. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിക്കാം. നൈട്രേറ്റ് ചെയ്യുന്ന വിധം സോൾട്ട് അല്പം ഇട്ടു, കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, നല്ലവണ്ണം ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്തതിനു ശേഷം അവിടെ ഒരു പേപ്പർ ബോൾ ഉണ്ടാക്കി അതിനകത്തേക്ക് ഇടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് ഈ പേപ്പർ ബോൾ ന്യൂസ് പേപ്പറിന്റെ ബോളാണ്. അപ്പൊ അതിനകത്ത് കാർബൺ ഉണ്ട്. ആ കാർബണിന്റെ പ്രസൻസിൽ നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാവും, NO2 ഗ്യാസ് ഉണ്ടാവും. ആ NO2 ഗ്യാസിന്റെ പ്രത്യേകത റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ആയിട്ട് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നൈട്രേറ്റ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സോൾട്ടിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, നല്ലവണ്ണം ബോയിൽ ചെയ്യുന്നു, എന്നിട്ട് പേപ്പർ ബോൾ ആഡ് ചെയ്യുന്നു. ആ സമയത്ത് റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് വന്നാൽ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം അല്പം സോൾട്ട് എടുക്കുക, എന്നിട്ട് ലേശം വെള്ളം അതിനകത്ത് ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോഴും ഏകദേശം ഇതുവരെ വരാവും. എന്നിട്ട് നല്ലവണ്ണം കലക്കി സൊല്യൂഷൻ ആക്കുക, സാൾട്ട് സൊല്യൂഷൻ ആക്കി. ആ സാൾട്ട് സൊല്യൂഷൻ ആക്കിയതിനു ശേഷം അതിന്റെ കൂടെ ലേശം ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ആ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് ആണ് ഉള്ളതെങ്കിൽ സൾഫേറ്റ് ബേരിയം ക്ലോറൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. ആ ബേരിയം സൾഫേറ്റിന്റെ പ്രത്യേകത അത് വാട്ടർ ഇൻസോൾബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ കാണുന്നു എന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് എന്നൊരു ഒബ്സർവേഷനും സാൾട്ട് സൊല്യൂഷന്റെ കാര്യം പറയുന്നത്. സാൾട്ട് സൊല്യൂഷന്റെ കൂടെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ കട്ടയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് കാരണം ബേരിയം സൾഫേറ്റ് ആണ്. അപ്പോൾ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സൾഫേറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ സൾഫേറ്റിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസ് അങ്ങനെയാണ്. സാൾട്ട് സൊല്യൂഷൻ അതിന്റെ കൂടെ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇനി അവിടെ ഉണ്ടായ പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൂടെ സാധാരണ ഡൈലൂട്ട് HCl കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇതിന്റെ കൂടെ ഈ പ്രസിപ്പിറ്റേറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഡൈലൂട്ട് HCl കൂടെ ഒഴിക്കാറുണ്ട്. പ്രസൻസ് ഓഫ് സൾഫേറ്റ് അവിടെ കൺഫേം ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനിയോൺ ആണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ആനിയോൺ മാത്രമേ തരുള്ളൂ. ഓക്കെ, ഒരു ഉദാഹരണം നിങ്ങൾക്കിപ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൈട്രേറ്റ് ആണ് തന്നതെന്ന് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന് നൈട്രേറ്റ് ആണ് തന്നത്. ഇതിനകത്ത് നൈട്രേറ്റിന്റെ ഒരു സോൾട്ട് ആണെന്ന് വെച്ചു. അപ്പൊ എങ്കിൽ അയാൾ ചെയ്യുന്ന രീതി നമുക്ക് ഓർമ്മിക്കാം. അയാൾ ആദ്യം വന്നിട്ട് നൈട്രേറ്റ് ആണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ, സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ കണ്ടുപിടിക്കണം. ആദ്യം സോൾട്ട് ഇട്ടതിന് ശേഷം ആദ്യം എന്ത് ഒഴിക്കണം? ഡൈലൂട്ട് HCl ഒഴിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടാവില്ല. കാരണം ഗുളികാരന് കൊടുത്തിരിക്കുന്നത് നൈട്രേറ്റ് ആണ്. ഓക്കെ, കാർബണേറ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അവിടെ എഴുതും നോ ബ്രിസ്ക് എഫർവസൻസ്, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ഓക്കെ, എന്നിട്ട് അടുത്ത് അതിനെ മാറ്റി വെച്ചിട്ട് സാൾട്ട് അല്പം കയ്യിലെടുക്കുന്നു, ഡൈലൂട്ട് H2SO4 ഒഴിച്ച് റബ്ബ് ചെയ്ത് സ്മെൽ നോക്കുന്നു. അപ്പൊ അയാൾക്ക് അവിടെ വിനെഗർ സ്മെല്ല് കാണാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് നൈട്രേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ എഴുതും നോ വിനെഗർ സ്മെൽ, ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് ആയിട്ട് സോൾട്ട് ഇടുന്നു, കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, അമോണിയം ഹൈഡ്രോക്സൈഡ് ഗ്ലാസിലൂടെ ഡിപ്പ് ചെയ്ത് വെച്ച് നോക്കി. അവിടെ ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ് കാണാൻ കഴിയില്ല. കാരണം അയാൾക്ക് നൈട്രേറ്റ് ആണ് തന്നിരിക്കുന്നത്, ക്ലോറൈഡ് അല്ല തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എഴുതാം നോ ഇന്റൻസ് വൈറ്റ് ഫ്യൂംസ്, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്. അടുത്ത നിങ്ങൾക്ക് അറിയാം, ഒരു പ്രാക്ടിക്കൽ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അറിയാം. അതായത് ഇപ്പോൾ ഇവിടെ കിട്ടിയ സൊല്യൂഷൻ കളയേണ്ട കാര്യമില്ല. കാരണം അമോണിയം ഹൈഡ്രോക്സൈഡ് അതിനകത്ത് ഒഴിച്ചിട്ടില്ല. അടുത്ത് ചെയ്യാൻ കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലോറൈഡ് ചെയ്യുന്ന സൊല്യൂഷനെ തന്നെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്തിട്ട് പേപ്പർ വാൾ ഇട്ട് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ എഴുതും റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് കിട്ടിയെന്ന് പറയും. സോ എഴുതാം പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ആണെന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് എഴുതാനുള്ള ഒരു വഴിയെന്ന് ഓർമ്മിച്ചോ. ഓക്കെ, അപ്പോൾ ഏകദേശം ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഈ ആനിയോൺസിന് തന്നെ
അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ആനിയോണുകളുടെ കൺഫർമഡ് ടെസ്റ്റുകളാണ്. അപ്പൊ അതില് കാർബണേറ്റിന്റെ കൺഫർമഡ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബേരിയം ക്ലോറൈഡ് ആണ്. ഒഴിക്കുന്ന സമയത്ത് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ കൺഫർമഡ് ടെസ്റ്റ് ഫോർ കാർബണേറ്റ് ചോദിച്ചാൽ salt solution mixed with barium chloride. അവിടുത്തെ ഒബ്സർവേഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. പിന്നെ അസറ്റേറ്റിന്റെ കൺഫർമഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അല്ലെങ്കിൽ അസറ്റേറ്റ് സൊല്യൂഷന്റെ കൂടെ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് FeCl3 ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡീപ്പ് റെഡ് കളർ ആണ് ഒബ്സർവേഷൻ. ഇനി ക്ലോറൈഡിന്റെ കൺഫർമഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അല്ലെങ്കിൽ ക്ലോറൈഡ് ഉള്ള സൊല്യൂഷന്റെ കൂടെ ഡൈലൂട്ട് HNO3 ഡൈലൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് AgNO3. അപ്പൊ അവിടെ വൈറ്റ് കർഡി എന്ന് വെച്ചാൽ തൈര് പോലെ കർഡി പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നതാണ്. ഇനി നൈട്രേറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ചെയ്യേണ്ട വിധം, അപ്പൊ അതിനുവേണ്ടി നൈട്രേറ്റ് കൺഫർമഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ലബോറട്ടറിയിൽ ഫെറസ് സൾഫേറ്റ് എന്നൊരു സോൾട്ട് കാണും. നമ്മളിവിടെ പറഞ്ഞ വാക്ക് ഫെറിക് ക്ലോറൈഡ് ആണ്, അത് വേറെ. ഫെറസ് സൾഫേറ്റ് എന്നൊരു സോൾട്ട് അവിടെ കാണും. ആ ഫെറസ് സൾഫേറ്റ് അല്പം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഒരു ടെസ്റ്റ് ട്യൂബ് കൊണ്ടുപോയിട്ട് ഒരു ലേശം ഇത്രയും ഫെറസ് സൾഫേറ്റ് ഇതിനകത്ത് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇടണം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇതുവരെ വെള്ളം ഒഴിച്ചിട്ട് ഫെറസ് സൾഫേറ്റിന്റെ സൊല്യൂഷൻ തയ്യാറാക്കണം. അപ്പൊ ഇത് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി വേറൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ നൈട്രേറ്റിന്റെ സോൾട്ട് ഇട്ട് സോൾട്ടിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് കാണുന്നത് സോൾട്ട് സൊല്യൂഷൻ, ഇതിനകത്ത് കാണുന്നത് സാൾട്ട് ഇട്ട് സൊല്യൂഷൻ. ഇതുവരെ ഇതിനകത്ത് കാണുന്നത് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ സാൾട്ട് സൊല്യൂഷനിലേക്ക് ഈ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനെ മിക്സ് ചെയ്യണം. അപ്പൊ ഒന്നുകൂടെ ഓർമ്മിക്കാം, നൈട്രേറ്റ് കൺഫർമഡ് ടെസ്റ്റ് ആണ് പഠിക്കുന്നത്. സാൾട്ട് സൊല്യൂഷൻ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. സാൾട്ട് സൊല്യൂഷനിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. ഒഴിച്ചു. സാൾട്ട് സൊല്യൂഷനിലേക്കാണ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കേണ്ടത്, തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, ഓർത്തോണം. എന്നിട്ട് അപ്പൊ ഇതുവരെ ആയി ഏകദേശം. എന്നിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അവിടെ ഉണ്ടാവും. അതൊരു ഡ്രോപ്പറിൽ എടുത്തോ, ഡ്രോപ്പറോ എന്തെങ്കിലും കാണും, എടുത്തോ. അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ അല്പം ചരിച്ചു വെച്ചിട്ട് ലേശം ഇങ്ങനെ അകത്തോട്ട് ഒഴിക്കണം. അതായത് ഇതിനകത്തോട്ട് വീഴണം, നേരെ വീഴരുത്. അകത്തോട്ട് വീഴുമ്പോൾ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് ആ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെ വന്ന് അകത്തിലൂടെ ഇങ്ങനെ വന്ന് ഈ രണ്ട് ലിക്വിഡും ചേരുന്ന എവിടെയെങ്കിലും ഒരു ബ്രൗൺ കളറിലൊരു റിംഗ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ടെസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേര് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ് കൺഫർമഡ് ടെസ്റ്റ് ആയിട്ട് പറയുന്നത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ നൈട്രേറ്റ് സൊല്യൂഷന്റെ കൂടെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സൈഡിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പൊ അവിടെ കാണുന്ന ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബ്രൗൺ റിംഗ് ഫോം ചെയ്ത നമുക്ക് നൈട്രേറ്റ് കൺഫർമഡ് ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സൾഫേറ്റിന്റെ കൺഫർമഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സാൾട്ട് സൊല്യൂഷന്റെ കൂടെ ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുക. അവിടെ ഒബ്സർവേഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്നാൽ നിങ്ങൾക്ക് സൾഫേറ്റ് ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സോൾട്ട് അനാലിസിന് 5 ഹെഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ഹെഡിങ്സിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒന്ന് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ, രണ്ടാമത് ആനയോണുകളുടെ കൺഫർമഡ് ടെസ്റ്റുകളെ പറ്റി പറയുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന വിധം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഒബ്സർവേഷൻ കാണിക്കാൻ പരിമിതിയുണ്ട്, കാരണം നമ്മളൊരു ഒറിജിനൽ ലബോറട്ടറിയിലല്ല തൽക്കാലം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് അതിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം നല്ലവണ്ണം പഠിക്കണം.
കാരണം ഇതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു സോൾട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ബാക്കി ഉള്ള 3 ഹെഡിങ്സ്, കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും കാറ്റയോൺസിന്റെ ഗ്രൂപ്പ് ടെസ്റ്റുകളും കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ ടെസ്റ്റുകളും റിപ്പോർട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ, അടുത്ത പ്രാക്ടിക്കൽസിന്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.